നമ്മുടെ നഗരഹൃദയത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. അദ്ദേഹത്തിന് വികസനമായാലും ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ എന്താണ് തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുടെ ഉത്തരവാദിത്വം? അതിനെ സംബന്ധിച്ച് അതിലൊട്ടും പ്രാവീണ്യം തെളിയിക്കാൻ പറ്റാത്തവര് ഇന്നലെ വന്ന് കയറിയ കസേരയിലോട്ട് ഇരുന്നവരെ പാഠം പഠിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് കേരളത്തിലുള്ളത്. ദുരന്തങ്ങളുമാണ്. ഒരു സംശയവും വേണ്ട. എന്തുകൊണ്ട് നിങ്ങൾ കഴിഞ്ഞ 5-10 വർഷം തുടരണം? എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് തുടരണം? ഇതിന്റെ അവലോകനം ഇലക്ഷൻ എന്ന് പറയുന്നത് ഒരു ഉത്സവാഘോഷമല്ല. നിങ്ങളുടെ ജീവിതത്തിന്റെ ഉത്സവവും ആഘോഷവുമായി മാറണമെങ്കിൽ 5 വർഷക്കാലം നിങ്ങൾ ഒരുപാട് പ്രയത്നിച്ചു വേണം ഒരു വോട്ട് രേഖപ്പെടുത്താൻ എന്ന് ഓരോ വോട്ട് ചെയ്യുന്ന സമ്മതിദായകനും സമ്മതിദായകയും വ്യക്തമായി രൂപീകരിക്കണം. എന്റെ വോട്ട് ആർക്ക്? ആദ്യത്തെ നിലയിൽ ഞാൻ അപേക്ഷിക്കും സ്വന്തം കാലൂന്നി നിൽക്കുന്ന, ജീവിതം ഊന്നി നിൽക്കുന്ന, കുടുംബത്തിന്റെ അസ്തിത്വം ഊന്നി നിൽക്കുന്ന മണ്ണിന് വേണ്ടി നിങ്ങൾ വോട്ട് ചെയ്യണം. ആരൊക്കെ ഈ മണ്ണിന് ഉതകും, ആരൊക്കെ ഇത്രയും കാലം ഉതകിയിട്ടില്ല എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു വിശകലനം ഓരോ വോട്ടർക്കും ആവശ്യമാണ്. ഒരുപക്ഷെ പല തൊലിപ്പറ വിഷയങ്ങൾ എടുത്ത് നിങ്ങളുടെ ഡീലെന്നും ബീലെന്നും ഒക്കെ പറഞ്ഞ് നിങ്ങളുടെ ചിന്തയെ മഥിച്ച് നിങ്ങൾ യഥാർത്ഥ വിഷയങ്ങൾ അവലോകനം ചെയ്യാതെ വീണ്ടും കാട്ടാളന്മാരുടെ കയ്യിലേക്ക് ഈ കുഞ്ഞ് കേരളത്തെ ഏൽപ്പിക്കാനുള്ള ഒരു വഴിതിരിച്ചുവിടൽ മാത്രമാണ് ഒരു ഇലക്ഷനെ സംബന്ധിച്ച് ഒട്ടും പ്രസക്തമല്ലാത്ത വിഷയങ്ങൾ എടുത്ത് ഇന്നലെയും മെലിഞ്ഞാന്നും ഒക്കെ ഉണ്ടായിട്ടുള്ള വിഷയങ്ങൾ അടക്കം എടുത്തത് ചർച്ചയ്ക്കാക്കി യഥാർത്ഥ മണ്ണിന് ദോഷം ചെയ്ത, മണ്ണിന്റെ ഉൽപ്പന്നങ്ങൾക്ക് ദോഷം ചെയ്തവരാണ്. അവർക്കെതിരെ നിങ്ങൾക്ക് ഒരു വോട്ട് രേഖപ്പെടുത്തണമെങ്കിൽ അതെന്തുകൊണ്ട് സാധ്യമായിക്കൂടാ? അങ്ങനെ വന്നാൽ രണ്ട് മുന്നണികൾക്കും ഏൽക്കുന്ന ആഘാതം എത്രയായിരിക്കും എന്നത് നല്ലതുപോലെ മനസ്സിലാക്കിയിട്ടാണ് നേതാക്കളൊക്കെ നിങ്ങളുടെ ചിന്താധാര വഴിതിരിച്ചു വിടാൻ വേണ്ടി അങ്ങനെയുള്ള പ്രസക്തമേ അല്ലാത്ത വിഷയങ്ങൾ എടുത്ത് വാരിവെക്കുന്നത്. നിങ്ങൾ കഴിഞ്ഞ 5 വർഷം എന്ത് സംഭവിച്ചു എന്ന് പരിശോധിക്കണം. അതിലെ അവസാനത്തെ ഒരു വർഷമല്ല, ആദ്യത്തെ ഒരു വർഷവുമല്ല. വികസനങ്ങൾ ഒന്നും വന്നിട്ടില്ല എന്നൊന്നും ഞാൻ പറയില്ല. ഒരു സംസ്ഥാന സർക്കാർ, അങ്ങനെ ഇന്ത്യയിലെ 28 സംസ്ഥാന സർക്കാരുകൾ, 8 കേന്ദ്ര ഭരണ പ്രദേശങ്ങൾ
എല്ലാം ഭാരതത്തിന്റെ മണ്ണാണ്, ഭാരതത്തിന്റെ മക്കളാണ്. ഭാരതത്തിന് അങ്ങനെ 143 കോടി ജനത, അത്രയും പേർക്ക് വോട്ടുണ്ടെന്നല്ല ഞാൻ പറഞ്ഞു. ഒരു സർക്കാരിനെ തെരഞ്ഞെടുക്കുമ്പോ ആ സർക്കാർ രൂപീകരിക്കുന്നതിന് വേണ്ടി എണ്ണം തികച്ച് എണ്ണം കവിഞ്ഞ് ശക്തിമത്തായ ഒരു സർക്കാരിനെ തെരഞ്ഞെടുക്കുമ്പോൾ ആ സർക്കാരിന്റെ പൂർവ്വകാല 10 വർഷ ചരിത്രം എന്ന് പറയുന്നത് ശരിക്കും വിലയിരുത്തിയാണ് 3ാം തവണയും കേന്ദ്രത്തിൽ അങ്ങനെ ഒരു സർക്കാരിനെ തെരഞ്ഞെടുത്തത്. ഓരോ വിഷയങ്ങൾ കൊണ്ടുവന്നപ്പോഴും ഇവിടെ പ്രമേയം പാസാക്കുന്ന സർക്കാരായിട്ടാണ് കേരള സർക്കാർ നിന്നിട്ടുള്ളത്. വഖഫ് വിഷയമായാലും ശരി തന്നെ, CAA ആയാലും ശരി തന്നെ, ഇതൊന്നും ചർച്ചയ്ക്കാക്കേണ്ട വിഷയമല്ല. ഇപ്പോ ഇവിടെ നിങ്ങൾ ചർച്ചയ്ക്കെടുക്കേണ്ട വിഷയം എന്തെന്ന് നിങ്ങൾ നിശ്ചയിക്കണം. ഓരോ രാഷ്ട്രീയ ഇലക്ഷൻ പ്രചരണ വേദിയിലും വാരി കോരിയിട്ട് പോകുന്ന വിഷയങ്ങളെ സംബന്ധിച്ചല്ല യഥാർത്ഥ വിഷയം നിങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ചത്, ഇനി സംബന്ധിക്കാൻ പോകുന്നത്, ഇനി സംബന്ധിക്കാൻ അനുവദിച്ചുകൂടാത്ത വിഷയങ്ങളെ സംബന്ധിച്ച് പരിപൂർണമായ മനസ്സിലാക്കൽ നിങ്ങൾ ഉണ്ടായാൽ രാഷ്ട്രീയ പ്രബുദ്ധത അല്ല ഇനി കേരളത്തിന് വേണ്ടത്. അത് നാശം മാത്രമേ വരുത്തി വച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാക്കലിന്റെ, കണ്ടെത്തലിലൂടെ മനസ്സിലാക്കലിന്റെ രാഷ്ട്രീയം നിങ്ങൾക്ക് വളരെ അത്യാവശ്യമാണ്. മനസ്സിലാക്കിയാൽ അത് മനസ്സിലിരുത്തുന്ന രാഷ്ട്രീയം നിങ്ങൾക്ക് വേണം. മനസ്സിലിരുത്തി ഒരു നിശ്ചയത്തിലെത്തുന്ന നിശ്ചയ രാഷ്ട്രീയം നിങ്ങൾക്ക് വേണം. അതിന് പ്രതി നടപടി സ്വീകരിക്കുന്ന ഒരു വോട്ടിംഗ് രാഷ്ട്രീയം ഓരോ വ്യക്തിക്കും ഉണ്ടായാൽ മാത്രമേ പല വിഷമ ഘട്ടങ്ങളിലും സിനിമയിൽ അത് ട്രോളിന്റെ ഒരു അംശമാണ്. നിനക്കൊന്ന് നിലവിളിക്കാമായിരുന്നില്ലേ എന്ന് ചോദിക്കാറുണ്ടല്ലേ? ഇനി നിലവിളിക്കാനുള്ള ആങ്ക്, അങ്ങനെ രക്ഷ നേടാനുള്ള ആങ്ക് കേരളത്തിന് ഇല്ല. ഇത് സുവർണാവസരമാണ്. ഞങ്ങൾക്കോ ഞങ്ങളുടെ എതിർ രാഷ്ട്രീയ കക്ഷികൾക്കോ അല്ലെങ്കിൽ മുന്നണികൾക്കോ അല്ല, കേരളത്തിലെ ജനങ്ങൾക്കുള്ള സുവർണാവസരമാണിത്. നിങ്ങളുടെ നിശ്ചയം തിരുത്തി കുറിക്കും. ശക്തമായ ഒരു ശബ്ദ സംഘത്തെ, എണ്ണമൊന്നും പറയുന്നില്ല, ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. ഈ കഴിഞ്ഞ 10 വർഷമെന്ന് ഞാൻ പറയുന്നില്ല, കഴിഞ്ഞ 5 വർഷമെന്ന് ഞാൻ പറയുന്നില്ല, കഴിഞ്ഞ 1.5 വർഷക്കാലം അവിടെ 2 താമരയെ കൊണ്ട് ചെന്നിടാനുള്ള നല്ല അവസരം നിങ്ങൾക്ക് കിട്ടിയിരുന്നു. അങ്ങനെ വന്ന് ശോഭാ സുരേന്ദ്രനോ ആ നിയമസഭയിൽ ഉണ്ടായിരുന്നെങ്കിൽ വിവരമറിഞ്ഞ ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും അവർക്ക് ഉറക്കം കെടുത്തുന്ന രാത്രികൾ മാത്രം സമ്മാനിച്ചുകൊണ്ട് 2 ചീറ്റപ്പുലികളെ നിങ്ങൾ നിയമസഭയിൽ കണ്ടാല്, സ്വർണം കൊണ്ടുവന്ന് വയ്ക്കണോ എന്ന് പറയുന്ന ശബ്ദം നിങ്ങൾ കേട്ടോ നിയമസഭയിൽ? ഇനി സ്വർണമല്ല, അതുപോലെയുള്ള ഒരുപാട് വിഷയങ്ങൾ വരും. സ്ത്രീ സുരക്ഷയെ സംബന്ധിച്ച് ഒരുപാട് വിഷയമുണ്ട്. കേന്ദ്രത്തിന്റെ പദ്ധതികൾ ഒരു പട്ടണത്തിലല്ല, ഗ്രാമപ്രദേശങ്ങളിൽ, അത് ആവാസ് യോജന ലൈഫ് മിഷൻ ആയാലും ലൈഫ് മിഷൻ ആവാസ് യോജനയായാലും മാനം കാക്കാൻ, സ്വന്തം ജീവിതത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഒരു കൂര മാത്രമാണ് പാവപ്പെട്ടവന് വേണ്ടത്. അതുപോലും മുടക്കുന്ന ഒരു സർക്കാരാണ് ഇവിടെ ഇത്രയും നാള് വാണിയിരുന്നതെങ്കിൽ അവരെ ഒടുക്കേണ്ടതും, ഇത് ഞാൻ എവിടെ നിന്നാണ് സംസാരിക്കുന്നതെന്ന് എനിക്കറിയാം, ഇവിടെ ഉള്ളവരാണ് ഇത് തീർത്ത് കെട്ടേണ്ടത്. നിങ്ങളാണ് ഈ പാപം വളർത്തിയത്, നിങ്ങൾ ഈ പാപം ഒടുക്കണം. വിപ്ലവം എന്നാലേ നടപ്പിലാവും. വിപ്ലവം നടപ്പിലാവണം നമ്മുടെയൊക്കെ ജീവിതങ്ങളിലാണ്. വിപ്ലവം നടപ്പിലാക്കി വല്ലവന്റെയൊക്കെ ജീവിതത്തിൽ കൊണ്ടുചെന്ന് ആഘാതം അടിച്ചേൽപ്പിക്കുന്ന തത്വശാസ്ത്രത്തിനൊന്നും ഇനി യാതൊരു മൂല്യവുമില്ല. ഓരോ വ്യക്തിക്കും വിപ്ലവം വേണം. ഉയർപ്പിനാണ്. അടുത്ത ഞായറാഴ്ച ഉയർപ്പിന്റെ ദിനമാണ്. അത് കഴിഞ്ഞ് വരുന്ന വ്യാഴാഴ്ച കേരളത്തിന്റെ ഉയർപ്പ് ദിനമാവട്ടെ. ഏപ്രിൽ 9
പുതിയ നിശ്ചയങ്ങളിലേക്ക് നിങ്ങൾ എത്തൂ. ജലനിധി മിഷനെ പറ്റി നിങ്ങൾ അന്വേഷിക്കണം. നിങ്ങളുടെ പട്ടണത്തിൽ ചിലപ്പോൾ വാട്ടർ അതോറിറ്റി കൊണ്ടുവന്ന് ജലമെത്തിക്കുന്നുണ്ടാവും. 4 or 5 ദിവസം മാത്രം കൂടുമ്പോൾ കുളിക്കുകയും 2 ദിവസം കൂടുമ്പോൾ കുടിക്കാനും കിട്ടുന്ന ജലം കിട്ടുന്ന ഒരു സമൂഹം ഉണ്ടോ എന്ന് അന്വേഷിക്കും. ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ നിങ്ങളെ അത് ധരിപ്പിച്ചാലും നിങ്ങൾ വിശ്വസിക്കേണ്ട. നിങ്ങൾ അന്വേഷിക്കൂ. നിങ്ങൾക്ക് അന്വേഷിക്കാനുള്ള ഒരു ഉത്തരവാദിത്വമില്ലേ? തള്ളിന്റെ ഭാഗമായിട്ട് അതിൽ ഇപ്പോൾ ഡോക്ടറേറ്റ് എടുത്ത ആൾക്കാർ പറയുന്നത് മാത്രമേ നിങ്ങൾ കേൾക്കുകയുള്ളൂ. എങ്കിൽ ഇത് വോട്ടിംഗ് നിശ്ചയം എന്ന് പറയുന്നത് വഴിതെറ്റി ഓടിക്കൊണ്ടേയിരിക്കുന്ന ഒരു ദുരന്ത വണ്ടിയായി തീരും. അതിൽ നിന്ന് മാറ്റമുണ്ടാവണം. മാറാത്തത് മാറ്റാൻ വരുന്നവരെയല്ല, അതിന് വരുന്നവരെ നിങ്ങൾ മാറ്റം കൊണ്ടുവരുന്നതിന് വേണ്ടി ഉപയോഗിക്കണം. താമര ചിഹ്നത്തിലും ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന NDA ഘടകകക്ഷികളുടെ ഓരോ വ്യക്തിയും അവരവരുടെ ചിഹ്നങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കി ഒരു 21 പേര് നിങ്ങൾ അടുത്ത നിയമസഭയിലേക്ക് ഈ മെയ് മാസം അയച്ചു നോക്കൂ. കേരളത്തിൽ വ്യത്യാസം എന്താണ് മാറി വന്നത്, എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റം, അനുഗ്രഹത്തിന്റെ മാറ്റം, വളർച്ചയുടെ മാറ്റം, അഭിവൃദ്ധിയിലേക്കുള്ള മാറ്റം കുറിക്കാൻ ഏപ്രിൽ 9-ാം തീയതി നിങ്ങൾ മാത്രമായിരിക്കും ഉത്തരവാദി. നിങ്ങൾ മാത്രമായിരിക്കും അതിന് കാരണക്കാർ. നിങ്ങൾക്ക് മാത്രമേ ഇത് സാധ്യമാവൂ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്, നിതീഷിനെ നിങ്ങൾക്ക് സുപരിചിതൻ, നിങ്ങൾക്ക് വളരെ സുപരിചിതൻ. ഞാൻ ഒരു വലിയ ഭാവി ഇതുപോലെയുള്ള കേരളത്തില് ഭാരതീയ ജനതാ പാർട്ടിയിലെ യുവനിരയിൽ ഞാൻ കാണുക. കണ്ണൂരിൽ നിന്ന് 2 or 3 പേര് ഒന്ന് കടത്തിയ നിയമസഭയിലേക്ക് വിട്ടു. നിങ്ങൾ മോചിതരാകും. അങ്ങനെ കൽപ്പിത അടിച്ചേൽപ്പിക്കൽ രാഷ്ട്രീയത്തിൽ നിന്ന് മോചിതരാകും. എല്ലാവർക്കും നല്ല ചിന്തകൾ മാത്രം വിരിയുന്ന ഒരു ഏപ്രിൽ 9 ആശംസിച്ചുകൊണ്ട് നമുക്ക് മെയ് 4-ന് വേണ്ടി കാത്തിരിക്കാം. ആഘോഷങ്ങളിൽ പങ്കെടുക്കാനും ഞാനിവിടെ എത്തും. ധർമ്മടത്തിൻ രഞ്ജിത്തിനെ മറക്കണ്ട. ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഉയിര് കൊടുത്ത മനുഷ്യനാണ്. അദ്ദേഹത്തിന് വേണ്ടി എനിക്ക് അവിടെ സംസാരിക്കാനുള്ള സമയം കിട്ടിയില്ല. റോഡ് ഷോയ്ക്കാണ് കൂടുതൽ സമയമെടുത്തത്. അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി കൂടി ഞാൻ ഇവിടെ നിന്ന് ധർമ്മടത്തെ സമ്മതിദായകരോട് അപേക്ഷിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ധർമ്മടത്തെ രഞ്ജിത്തിനെയും നിയമസഭയിൽ MLA ആയി പ്രഖ്യാപിച്ചുകൊണ്ട് അയക്കണേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്, വിരിയേണ്ടത് താമരയാണ്. കേരളത്തിൽ നമ്മുടെ എല്ലാം ജീവിതത്തിൽ അതിനാദ്യം നിങ്ങളുടെ ഹൃദയങ്ങളിൽ താമര വിരിയട്ടെ. ഒരുപാട് സ്നേഹം. നന്ദി, നമസ്കാരം.